നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് നോട്ടീസ്. സർക്കാരിന്റെ അപ്പീൽ ഫയൽ സ്വീകരിച്ചാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. മറ്റു പ്രതികൾക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. വിവരങ്ങളുമായും ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിധി വന്നതിന് പിന്നാലെ തന്നെ പ്രോസിക്യൂഷൻ അടക്കം ആരോപിച്ച പ്രധാന വിഷയങ്ങളിൽ നിന്ന് സാക്ഷിമൊഴികൾ, അതോടൊപ്പം തന്നെ സാഹചര്യ തെളിവുകളൊന്നും പരിഗണിക്കാതെ ആയിരുന്നു വിധി. വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ വിധിയുമായി ബന്ധപ്പെട്ടുണ്ടാകുകയും ചെയ്തു. ഇപ്പോൾ നിലവിലെ കോടതിയിൽ നിന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? മറ്റ് കാര്യങ്ങൾ, സാഹചര്യങ്ങൾ? സിജു, ഈ നടിയെ ആക്രമിച്ച കേസിൽ ആകെ 10 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 6 പേരെ കോടതി കുറ്റക്കാരായി കണ്ടെത്തി ശിക്ഷിക്കുകയും 4 പേരെ വെറുതെ വിടുകയും ചെയ്തിരുന്നു. ഈ വെറുതെ വിട്ടവരുടെ കൂട്ടത്തിൽ ദിലീപ് ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചത്. അതായത് ദിലീപിനെ അടക്കം വെറുതെ വിട്ട ആ വിധി റദ്ദാക്കണം, മാത്രമല്ല ശിക്ഷിക്കപ്പെട്ട ഈ പ്രതികൾക്ക് അവരുടെ ശിക്ഷ വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിരിക്കുന്നത്. ആ അപ്പീൽ ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫയലിൽ സ്വീകരിച്ചാൽ അടുത്ത നടപടി, അത് സ്വാഭാവിക നടപടിയാണ്. ഇതിൽ എതിർകക്ഷികളാക്കുന്നവർക്ക് അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തുണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും നോട്ടീസ് അയക്കുക എന്നുള്ളതാണ്. അതിനർത്ഥം അവരുടെ ഭാഗം കൂടി കേൾക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ അപ്പീൽ ഫയലിൽ സ്വീകരിച്ച് വിശദമായി വാദം കേൾക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഈ നോട്ടീസ് ലഭിച്ച ദിലീപ് അടക്കമുള്ളവർ അവരുടെ ഭാഗങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. ഈ സർക്കാർ ഇത്തരത്തിൽ അപ്പീൽ സമർപ്പിച്ച സാഹചര്യത്തിൽ എന്താണ് ഇനി അവരുടെ വാദം? സർക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തുകൊണ്ട് ഇവരുടെ ദിലീപ് അടക്കമുള്ളവരെ വെറുതെ വിട്ട വിധി റദ്ദാക്കണം എന്ന് ആവശ്യപ്പെടുന്നു എന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാദങ്ങൾ സർക്കാരിൻ്റേതായി അവതരിപ്പിക്കും. നിലവിൽ സർക്കാരിൻ്റെ അപ്പീലിൽ പറഞ്ഞിരിക്കുന്നത് തെളിവുകൾ കൃത്യമായി വിചാരണ കോടതി പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പീലിൽ പ്രധാനമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വിചാരണ കോടതി വിധി ക്രിമിനൽ നടപടികളുടെയും സ്വാഭാവിക നീതിയുടെയും ലംഘനമാണ്, ദിലീപ് ഉൾപ്പെടെ പ്രതികളെ വെറുതെ വിട്ടത് നിയമവിരുദ്ധമാണ് എന്നടക്കം ഈ അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നതാണ് വിചാരണ കോടതി വിധി. അതിനാൽ പ്രതികൾക്ക് അന്യായമായ ആനുകൂല്യം നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതുകൊണ്ട് തന്നെ ദിലീപ് ഉൾപ്പെടെ വെറുതെ വിട്ട മുഴുവൻ പ്രതികളെയും ശിക്ഷിക്കണം. ഒപ്പം പൾസർ സുനി ഉൾപ്പെടെ ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ ശിക്ഷ ഉയർത്തണം എന്നുള്ളതാണ്. നിലവിൽ അവർക്ക് 20 വർഷം തടവാണ് നിലവിൽ കോടതി വിധിച്ചിരിക്കുന്നത്. അത് ജീവപര്യന്തം അടക്കമുള്ള വകുപ്പ് ശിക്ഷ അവർക്ക് ചുമത്തണം എന്നുള്ളത് തന്നെയാണ് ഈ നിലവിൽ അപ്പീലിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കോടതി ഈ അപ്പീൽ ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ, ഈ അന്യായമായ ആനുകൂല്യം പ്രതികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് അപ്പീലിൽ വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇതിൽ പ്രതികൾക്ക് അന്യായമായ ആനുകൂല്യം നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം എന്നുള്ളതാണ് ഈ അപ്പീലിൽ ആവശ്യപ്പെടുന്നത്. കാരണം വിചാരണ കോടതി വേണ്ടും വിധം ഈ തെളിവുകൾ, ഇവർക്കെതിരെയുള്ള ശക്തമായ തെളിവുകൾ അവതരിപ്പിച്ചിട്ടും അത് കൃത്യമായി മുഴുവനായി പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് അന്യായമായ ഒരു ആനുകൂല്യം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം എന്നാണ് സർക്കാർ ആവശ്യപ്പെടുന്നത്. ആ അപ്പീൽ കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് സർക്കാരിൻ്റെ അപ്പീൽ ഇപ്പോൾ ഫയലിൽ സ്വീകരിച്ച് ദിലീപ് അടക്കമുള്ളവർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്.